Hi, my dear students. You are going to listen the Malayalam explanation and textual questions of NCERT Class 6 English, Purvi textbook, lesson Spices that Heal Us. സ്പൈസസ് എന്ന് വെച്ചാൽ എന്താണ്? സ്പൈസസ് എന്ന് വെച്ചാൽ സുഗന്ധ വ്യഞ്ജനങ്ങൾ അല്ലെ? നമ്മുടെ അടുക്കളയിൽ നമ്മുടെ ഫുഡിനൊക്കെ രുചി കൂട്ടാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള സുഗന്ധ വ്യഞ്ജനങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ദാറ്റ് ഹീലസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായാൽ അത് ശമിപ്പിക്കുന്ന ചില സുഗന്ധ വ്യഞ്ജനങ്ങളുണ്ട്, ചില സ്പൈസസ് ഉണ്ട്. അതിനെ കുറിച്ചിട്ടുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണിത്. നമുക്ക് തുടങ്ങാം. Let us do these activities before we read. A spice is any seed, fruit, root, bark, leaf, or any other part of a plant used to give taste and color to our food. അപ്പൊ സ്പൈസ് എന്ന് പറഞ്ഞാൽ അതൊരു സീഡ് ആയിരിക്കാം, പഴമായിരിക്കാം, വേരായിരിക്കാം, മരത്തിന്റെ തൊലി ബാർക്ക് ആയിരിക്കാം, ഇലയായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്ലാന്റിന്റെ ഏതെങ്കിലും ഒരു പാർട്ടായിരിക്കാം. അത് നമ്മുടെ ഫുഡിന് ടേസ്റ്റും കളറും തരുന്നു. Try to recall the name of 3 spices that are used for cooking in your home. അപ്പൊ നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ ഫുഡ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഏതെങ്കിലും 3 സ്പൈസസ് ആലോചിക്കാവോ? Write them below and share your answers with your teacher. ഒരെണ്ണം കോറിയാൻഡർ, മല്ലിപ്പൊടി നമ്മൾ യൂസ് ചെയ്യാറില്ലേ കിച്ചണില്. കാടമം എന്ന് വെച്ചാൽ എന്താണ്? ഏലക്ക ഒരു സ്പൈസ് ആണ്, സുഗന്ധ വ്യഞ്ജനമാണ് അല്ലെ? ഫുഡിനും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാക്കും. ടെർമറിക് എന്ന് വെച്ചാൽ മഞ്ഞൾ. ഇതെല്ലാം സ്പൈസസ് ആണ്. അപ്പോ ഇത് നമ്മുടെ കിച്ചണിൽ നമ്മൾ കോമൺ ആയിട്ട് കുക്കിങ്ങിന് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫുഡിന് ടേസ്റ്റും കളറും തരുന്ന സാധനങ്ങളാണ്. അപ്പൊ മനസ്സിലായാലും എന്താണ് സ്പൈസസ് എന്ന്? കുറേ സ്പൈസസ് നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്നുണ്ട്. Given below are pictures of some spices. Work in pairs and write what you call them in your language. The names in English are given in the last column. Share your answers with your teacher. നമ്മുടെ അടുക്കളയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ചില സ്പൈസസ് ആണ് ഈ കോളത്തിൽ കാണുന്നത്. അതിന്റെ ഇംഗ്ലീഷിലുള്ള പേര് ഇവിടെ തന്നിട്ടുണ്ട്, മലയാളത്തിലെയും നമുക്ക് കണ്ടുപിടിക്കാം. ഫസ്റ്റ് വൺ എന്താണ്? ടെർമറിക് ആണ് ഇംഗ്ലീഷ്. അതിന്റെ മലയാളം എന്താണ്? മഞ്ഞൾ. ഓക്കെ, മഞ്ഞളാണ് ടെർമറിക്. ഇതെന്താണ്? ഫെനുഗ്രീക്ക് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഉലുവ, അല്ലെങ്കിൽ ഹിന്ദിയിൽ മേത്തി എന്നൊക്കെ പറയും. ഇനി ക്യുമിൻ സീഡ്സ്, അതെന്താണ്? ജീരകം. ഓക്കെ, മലയാളത്തിലെ ജീരകത്തിനാണ് ക്യുമിൻ സീഡ്സ് എന്ന് പറയുന്നത്. ഇനി അസഫോറ്റിഡ, കായം ഉണ്ടല്ലോ നമ്മുടെ അച്ചാറിനും സാമ്പാറിനൊക്കെ ഇടുന്ന കായം, അതാണ് അസഫോറ്റിഡ. ഇനി സിനമൺ, എന്താണ് സിനമൺ? കറുവാപ്പട്ട. ഓക്കെ, നമ്മൾ ബിരിയാണി ഒക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന നല്ല സ്മെല്ലൊക്കെ തരുന്ന ടേസ്റ്റ് തരുന്ന കറുവാപ്പട്ട. ക്ലോവ്, ഗ്രാമ്പു. ഓക്കെ, കരയാമ്പു എന്നൊക്കെ പറയും നമ്മള്. ജിഞ്ചർ, നിങ്ങൾക്കറിയാം, ഇഞ്ചി അല്ലെ? ഇനി ബ്ലാക്ക് പെപ്പർ, കുരുമുളക്. ഇനി ഫെനൽ സീഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? പെരുംജീരകത്തിനാണ് ഫെനൽ സീഡ്സ് എന്ന് പറയുന്നത്. കാടമം, ഏലക്ക, അങ്ങനെയാണ് കാടമം എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മൾ അടുക്കളയിൽ എല്ലാ ദിവസവും ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സം സ്പൈസസ് ആണ്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ലെസണിലേക്ക് കിടക്കാം. ഡു യു നോ ഇഫ് ദീസ് സ്പൈസസ് ക്യാൻ ബി യൂസ് ഫോർ സംതിങ് എൽസ് അതർ ദാൻ കുക്കിംഗ്? നമുക്കെല്ലാം അറിയാം ഇതെല്ലാം നമ്മൾ കുക്കിങ്ങിനാണ് യൂസ് ചെയ്യുന്നതെന്ന് അല്ലെ? ഇനി കുക്കിംഗ് അല്ലാതെ ഇതുകൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ലെറ്റ് us find out by reading the letter given below. താഴെ ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ആ ലെറ്റർ വായിച്ച് നമുക്ക് മനസ്സിലാവും ഈ സ്പൈസസ് കുക്കിങ്ങിന് മാത്രമുള്ളതാണോ എന്ന്. ഓക്കെ, ഡിയർ വിക്രം ആൻഡ് വൈഭവി. വിക്രത്തിനും വൈഭവിക്കും ആരോ ലെറ്റർ എഴുതുകയാണ്. നമസ്തേ, ഐ ജസ്റ്റ് ഗോട്ട് എ മെസ്സേജ് ദാറ്റ് യു ആർ ബെറ്റർ നൗ. എനിക്കിപ്പോ ഒരു മെസ്സേജ് കിട്ടി, നിങ്ങളിപ്പോ ബെറ്റർ ആയിട്ടുണ്ട് നിങ്ങളുടെ ഹെൽത്തിലെന്ന്. ഐ എം ഹാപ്പി ദാറ്റ് the nature cures that I have shared helped you. ഭയങ്കര ഹാപ്പിയാണ്, കാരണം നമ്മുടെ ഈ നേച്ചർ ക്യൂർ ചെയ്തു. ഞാൻ ഷെയർ ചെയ്തു തന്ന എന്തോ ഹെൽപ്പ് ചെയ്തു. എന്താണെന്ന് നോക്കാം. യു ഷുഡ് ട്രൈ ടു റിമെമ്പർ ദീസ് ക്യൂവേഴ്സ് ദാറ്റ് മേ ഷെയർ ദം വിത്ത് യുവർ ഫ്രണ്ട്സ്. നിങ്ങളപ്പോ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു തന്ന ഈ കാര്യങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യണം. എന്തോ ഹോം റെമഡി, എന്തോ റെമഡി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വിക്രമനും വൈഭവിക്കും. ആരാ എഴുതുന്നതെന്ന് അറിയോ ലെറ്റർ? നമുക്ക് നോക്കാം, ഗ്രാൻഡ് മദർ ആണ്.
യെസ്, ദാദിയാണ്, ഗ്രാൻഡ് മദർ എഴുതുവാണ്. അപ്പൊ ഇവർക്ക് അസുഖം എന്തോ ആയിരുന്നു. അപ്പൊ ദാദി എന്തോ ക്യൂർ ചെയ്യാൻ, അസുഖം കുറയാൻ വേണ്ടിയിട്ട് എന്തോ ഒരു മരുന്ന് ഷെയർ ചെയ്തു, അത് ഹെൽപ്പ് ചെയ്തു. അപ്പൊ ദാദി പറയാണ് ഫ്രണ്ട്സിനെല്ലാം അത് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന്. വെൻ ഐ വാസ് എ ചൈൽഡ് ഐ ലേൺ ദം ഫ്രം മൈ ഗ്രാൻഡ് മദർ. അപ്പൊ ദാദി പറയാണ് ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോ ഈ കാര്യങ്ങളൊക്കെ എന്റെ ഗ്രാൻഡ് മദറിൽ നിന്ന് പഠിച്ചാണ്. She used to find home remedies for most of the weather related common diseases. ഇപ്പൊ എന്റെ അമ്മൂമ്മ വീട്ടില് കുറേ മരുന്നുകൾ, ആയുർവേദ മരുന്നുകളൊക്കെ ഉണ്ടായിരുന്നു. എന്തെങ്കിലും കാലാവസ്ഥയൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സാധാരണയുള്ള കോമൺ ഇൽനെസ്, ചുമ, പനി, തൊണ്ടവേദന, തലവേദന, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വീട്ടിൽ തന്നെ റെമഡീസ്, ഹോം റെമഡീസ് ഉണ്ടായിരുന്നു. Let me share some of the benefits of the spices that the most of us have in our kitchen. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് നമ്മുടെ കിച്ചണിലുള്ള സ്പൈസസിന്റെ, സുഗന്ധവ്യഞ്ജനങ്ങളുടെ ബെനിഫിറ്റ്സ് ആണ്. അതിന് ഭയങ്കര ഔഷധ മൂല്യമുണ്ട്. ലെറ്റ് മീ സ്റ്റാർട്ട് വിത്ത് ഹൽദി, വിച്ച് ഇസ് കോൾഡ് ടർമറിക് ഇൻ ഇംഗ്ലീഷ്. എന്താണ്? മഞ്ഞളിനെ കുറിച്ചാണ് ആദ്യം ഗ്രാൻഡ് മദർ പറയണേ. It helps in improving our energy level and digestion. It helps in reducing body pain too. But മഞ്ഞള് നമ്മുടെ എനർജി ലെവലും നമ്മുടെ ദഹനവും ഒക്കെ ശരിയാക്കും. അതുകൂടാണ്ട് നമുക്ക് ബോഡി പെയിൻ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കും. നെക്സ്റ്റ്, ലെറ്റ് us take മേത്തി, which is called fenugreek in English. എന്താണ് മേത്തി എന്ന് വെച്ചാൽ? നമ്മൾ ഇച്ചിരി മുമ്പ് കണ്ടു. മേത്തി എന്ന് വെച്ചാൽ എന്താണ്? ഉലുവ. ഓക്കെ, അപ്പൊ ഉലുവ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? യു വിൽ സർപ്രൈസ് ടു നോ ദാറ്റ് ഇറ്റ് ഹെൽപ്സ് മീ ഇൻ കീപ്പിംഗ് മൈ ഷുഗർ ലെവൽ ആൻഡ് മൈ ബോഡി വെയിറ്റ് കൺട്രോൾ. അപ്പൊ ഉലുവ എന്തിനാ ഹെൽപ്പ് ചെയ്യണേ? എന്റെ ഷുഗർ ലെവലും ബോഡിയുടെ വെയിറ്റ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ സ്പൈസ് ആയ മേത്തി, ഫെനുഗ്രീക്ക്, ഉലുവ സഹായിക്കും. ഐ നീഡ് ടു സോക്ക് ദ മേത്തി സീഡ്സ് ഓവർ നൈറ്റ്. എന്താ ചെയ്യേണ്ടത്? ഉലുവ വെള്ളത്തിലിടണം രാത്രി കിടക്കാൻ നേരം. ആൻഡ് ഡ്രിങ്ക് ദ വാട്ടർ ഇൻ ദ മോർണിംഗ്. ആ ഉലുവ വെള്ളം മോർണിംഗിൽ കുടിച്ചാൽ നമ്മുടെ വെയിറ്റ് ഒക്കെ കുറഞ്ഞ് നമ്മുടെ ഷുഗർ ലെവലൊക്കെ കൺട്രോൾഡ് ആവും. ഇനി അടുത്ത സ്പൈസ് ജീരകം. cumin seeds soaked in water overnight can also improve digestion and help cure sleeplessness. അപ്പൊ ജീരകം നമ്മുടെ ഡൈജഷനും നന്നാക്കും, അത് കൂടാണ്ട് നല്ല ഉറക്കവും തരും ജീരക വെള്ളമൊക്കെ കുടിച്ച. You know, when you were babies and had gas in our tummy, I used to put ghee, asafoetida water on your tummy to give you some relief. എന്താണ് അസഡോറ്റിഡ? പഠിപ്പിച്ചായിരുന്നല്ലോ, കായം അല്ലെ? കായത്തിന് ഭയങ്കര യൂസ് ആണ്. കായം നമുക്ക് ഗ്യാസിനെ നമ്മൾ ശമിപ്പിക്കും. ഹീ ക്യാൻ ഓൾസോ ഹെൽപ്പ് ഇൻ കൺട്രോളിങ് കഫ് ആൻഡ് കോൾഡ്. ഈ ഹീങ് ഉണ്ടല്ലോ, അസഫോറ്റിഡ, അത് കഫും കോൾഡും കുറയ്ക്കുകയും ചെയ്യും. ഇനി ദാൽച്ചിനി, അതിന്റെ പേര് സിനമൺ. എന്താണ് സിനമൺ എന്ന് വെച്ചാൽ? നമുക്കറിയാം സിനമൺ കറുവാപ്പട്ട അല്ലേ? കറുവാപ്പട്ട. ക്ലോ എന്ന് വെച്ചാൽ ഗ്രാമ്പു. അപ്പോ കറുവാപ്പട്ടെ, ഗ്രാമ്പു എന്തിനാ യൂസ് ചെയ്യണേ? ക്ലോ, ഗ്രാമ്പു. ഗിവ് റിലീഫ് വെൻ വി ഹാഡ് ടൂത്ത്. പല്ലുവേദനയുണ്ടെങ്കിൽ നമുക്ക് സിനമണും ക്ലോവും യൂസ് ചെയ്യാം ഡെന്റിസ്റ്റിനെ കാണുന്നതിന് മുമ്പ്. പിന്നീട് നമുക്ക് ഡെന്റിസ്റ്റിനെ കാണാം. പെട്ടെന്ന് വീട്ടിൽ വെച്ച് പെട്ടെന്ന് ഒരു പല്ലുവേദന ഉണ്ടായ അത് ചതച്ച് അവിടെ വെച്ചാൽ മതി. അദ്രക്, ജിഞ്ചർ is another herb that can be help us when we have cough and cold. അല്ലെ, നമ്മള് ചുക്ക് കാപ്പിയും ഇഞ്ചിച്ചായയും ഒക്കെ ഉണ്ടാക്കി കുടിക്കാറുണ്ട്. It also gives relief from pain. വേദനയും ശമിപ്പിക്കും. Do you know ginger has been used for cooking for more than 4000 years. Even today it is extensively used in cooking Indian food. നമുക്കറിയാം നമ്മുടെ ഫുഡിലൊക്കെ ജിഞ്ചർ നമ്മൾ കുറേ യൂസ് ചെയ്യും അല്ലെ. ഈ കാലി മിർച്ച്, അതായത് ബ്ലാക്ക് പെപ്പർ. ബ്ലാക്ക് പെപ്പർ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഹെൽപ്പ് ഇൻ ഡൈജഷൻ, ഗിവ് റിലീഫ് ഫ്രം ബോഡി പെയിൻ. ബ്ലാക്ക് പെപ്പർ അതായത് നമ്മുടെ കുരുമുളക്. യു മേ ഹാവ് സീൻ ദാറ്റ് അറ്റ് ദ എൻഡ് ഓഫ് എ മീൽ സോൺസ്, അതായത് ഫണൽ സീഡ്സ്, പെരുംജീരകം. ഈ ഹോട്ടലുകളിലൊക്കെ കണ്ടിട്ടില്ലേ നമ്മൾ പെരുംജീരകം അവിടെ റിസപ്ഷന്റെ പേയ്മെന്റിന്റെ അവിടെ വെച്ചേക്കുന്നത്. ആൻഡ് അജ്വൈൻ, കാരം സീഡ്സ് ആർ സെർവ്ഡ്. അപ്പോ ജീരകങ്ങള്, ഫെനൽ സീഡ്സ്, പെരുംജീരകം, സാദാ ജീരകവും.
It is because they help in digestion of food. എന്തുകൊണ്ടാണ് ഇത് വെച്ചേക്കണ? ഫുഡ് ഡൈജഷന് വേണ്ടിയിട്ട്. ഇലൈച്ചി അതായത് കാടമം, അതായത് ഏലക്ക, also help us with digestion and respiratory troubles in addition to curing bad breath. ഡൈജഷന് സഹായിക്കും ഏലം. അതുകൂടാണ്ട് നമ്മുടെ ശ്വാസകോശ സംബന്ധമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് കാടമം യൂസ് ചെയ്താൽ മാറും. ഇതൊക്കെയാണ് നമ്മുടെ കിച്ചണിലുള്ള സ്പൈസസിന്റെ എന്തൊക്കെ ഗുണങ്ങളാണല്ലേ. അപ്പം ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നോ? ഇല്ല, വെറുതെ കുക്കിങ്ങിന് മാത്രമാണ് യൂസ് ചെയ്യാറ്. Now go into the kitchen and try to identify these herbs and spices, and remember you must consult an elder before you use them. കുട്ടികളോട് പറയാണ്, ദാദി പറയാണ്, പോയി കിച്ചണിൽ പോയി ഞാൻ പറഞ്ഞ ഈ സ്പൈസസ് എല്ലാം ഐഡന്റിഫൈ ചെയ്ത് കണ്ടുപിടിക്കൂ. പിന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എൽഡേഴ്സിനോട് ചോദിച്ച് അനുവാദത്തോടു കൂടി മാത്രമേ ചെയ്യാവുള്ളൂ. സ്വയം ഒന്നും ചെയ്യരുത് എന്നും കുട്ടികളോട് അമ്മമ്മ ഉപദേശിക്കുകയാണ്. മൈ ലവ് ആൻഡ് ആശീർവാദ് ടു ബോത്ത് ഓഫ് യു. എന്റെ സ്നേഹവും അനുഗ്രഹവും ഒക്കെ രണ്ടുപേരുടെ കൂടെ എപ്പോഴും ഉണ്ടാകും എന്ന് യുവേഴ്സ് അഫെക്ഷനേറ്റ്ലി ദാദി എഴുതി കൊച്ചുമക്കൾക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ലെസൺ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ ലെസൺ? ഭയങ്കര നല്ല രസമാണ്, ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ലെസൺ ആണ്. അതാണ് ഇമ്പോർട്ടന്റ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ജസ്റ്റ് ഒന്ന് നോക്കാം. റീഡ് ദ ഗിവൻ ലൈൻസ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. When I was a child, I learned them from my grandmother. She used to find cures for most of the weather-related common illness in the kitchen. നമുക്കറിയാം, അത് ഗ്രാൻഡ് ദാദി പറഞ്ഞ വേർഡ്സ് ആണ് അല്ലെ. Where exactly in the kitchen did her grandmother find cures? കിച്ചണിൽ എവിടെയാണ് കണ്ടത്? Among the spices. സ്പൈസസിന്റെ ഇടയ്ക്കാണ് എന്ത് കണ്ടത്? ക്യൂർ ചെയ്യാനുള്ള അസുഖങ്ങള് ക്യൂർ ചെയ്യാനുള്ള മരുന്നുകൾ കണ്ടെത്തിയത് അല്ലെ. Give one example of weather related common illness. Cough and cold ഉണ്ട്, പിന്നെ throat pain, then sneezing, body pain, stomach pain, headache അല്ലെ. നല്ല വെയിലൊക്കെ വരുമ്പോൾ നമുക്ക് ഹെഡേക്ക് വരും, മൈഗ്രെയിൻ വരും അല്ലെ. What kind of relationship did the speaker have with grandmother? ഭയങ്കര ലവിങ്. ഗ്രാൻഡ് വാസ് അഫെക്ഷനേറ്റ് ടുവേർഡ്സ് ഹർ ഗ്രാൻഡ് ചിൽഡ്രൻ അല്ലെ. ഭയങ്കര ലവിങ് ആയിരുന്നു, അഫെക്ഷനേറ്റ് ആയിരുന്നു. യുവേഴ്സ് അഫെക്ഷനേറ്റ്ലി എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. Fill in the blanks to complete the sentence. Dadi soaked methi seeds overnight and drank the water in the morning to manage sugar level and body weight. എന്താണ് മേത്തി സീഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? എന്താണ്? നമ്മുടെ ഉലുവ രാത്രി കിടക്കാൻ നേരം വെള്ളത്തിലിട്ട് രാവിലെ മോർണിംഗിൽ അത് കഴിച്ചാൽ നമ്മുടെ ഷുഗർ ലെവലും കൺട്രോൾ ആവും, ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കും. Circle the spice that is not useful for body pain according to Dadi. Turmeric body pain യൂസ്ഫുൾ ആണ്, ജിഞ്ചർ വേണം, ബ്ലാക്ക് പേപ്പർ വേണം, ഫെനൽ സീഡ്സ് ഡൈജഷൻ ആണ് അല്ലെ. അപ്പൊ ഫെനൽ സീഡ്സ് ആണ് ആൻസർ. Why did Dadi ask Vikram and Vaibhavi to share the natural cures with their friends? എന്തുകൊണ്ടാ ഗ്രാൻഡ് മദർ പറഞ്ഞത് എല്ലാവരോടും ഫ്രണ്ട്സിനോട് പറയണമെന്ന്? അപ്പൊ അവർക്കും അത് യൂസ്ഫുൾ ആവും അല്ലെ. സോ ദാറ്റ് ദേ കുഡ് ഗെറ്റ് ദ ബെനിഫിറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. അവർക്ക് ഒരു ബെനിഫിറ്റ് ആവട്ടെ. What was Dadi's final advice to Vikram and Vaibhavi? അവസാനം എന്ത് അഡ്വൈസ് ആണ് വിക്രമനും വൈഭവിക്കും ദാദി കൊടുത്തത്? Dadi's final advice to Vikram and Vaibhavi was to go into the kitchen and search for the herbs and seeds mentioned and use them under the supervision of an elderly person. കിച്ചണിൽ പോയി എല്ലാ സ്പൈസസും കണ്ടുപിടിച്ച് അത് മനസ്സിലാക്കി ആവശ്യമുള്ളപ്പോൾ എൽഡർലി സൂപ്പർവിഷനിൽ മാത്രം യൂസ് ചെയ്യാൻ അല്ലെ. How do we know that natural cures are passed from one generation to another? ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്കാണ് ഈ ഒരു നാച്ചുറൽ ക്യൂർ പാസ് ചെയ്തതെന്ന് എങ്ങനെ മനസ്സിലാക്കാം? Dadi was the oldest member of the family. She was not a doctor. Therefore, she must have learned their uses from her parents and grandparents and must have successfully used them in her lifetime. Now she was sharing with her grandchildren. അപ്പം ഗ്രാൻഡ് മദർ ഓൾറെഡി പറഞ്ഞു കൊടുത്ത കാര്യം ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലെ. What do you think we should know about the healing properties of spices? എന്തുകൊണ്ടാണ് നമുക്ക് ഈ സ്പൈസസിന്റെ ഹീലിംഗ് പ്രോപ്പർട്ടീസ് പഠിച്ചിരിക്കണം എന്ന് പറയുന്നത്? We should know about the healing properties of spices because they are easily available in our kitchen. കാരണം നമ്മുടെ ആ കിച്ചണിൽ എപ്പോഴും കാണുന്നതാണ്. പെട്ടെന്ന് ഒരു അസുഖം വന്നാൽ നമുക്കത് യൂസ് ചെയ്യാം.
They have no side effects and can give relief easily. വേറെ സൈഡ് എഫക്ട്സോ വേറെ മെഡിസിൻസ് ഒക്കെ കഴിച്ചാൽ നമുക്ക് സൈഡ് എഫക്റ്റ് വരും അല്ലെ. ഇതിന് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല, നമുക്ക് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള എന്താണ് ഹോം റെമഡീസ് ആണ് ഈ സ്പൈസസ്. ഇനി നോക്കൂ, you have read the uses of spices in the letter. Complete the following table with the help of your teacher. You may use the words given below in the box. Root, part of the plant, texture, taste. നോക്കൂ, ടർമറിക് ഏത് പാർട്ടാണ്? റൂട്ടാണ്. യെല്ലോ കളറാണ്, അത്ര സ്മൂത്ത് ഒന്നല്ല, റഫ് ആണ്, ഒരു ബിറ്റർ ടേസ്റ്റ് ആണ്. ഫെനുഗ്രീക്ക് അതും ഒരു സീഡാണ്, യെല്ലോ കളറാണ്, റഫ് ആണ്, ബിറ്റർ ആണ്. സിനമൺ എന്ന് വെച്ചാൽ തൊലിയാണ്, ഒരു മരത്തിന്റെ തൊലിയാണ്, അത് ബാർക്കാണ്. കളർ ബ്രൗൺ ആണ്, അതും റഫ് ആണ്, അത് ഭയങ്കര സ്പൈസി ആണ് അല്ലെ. സ്പൈസി എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യാം. ക്ലൗ ഒരു ഫ്ലവർ ആണ്, ഗ്രാമ്പൂ എന്നല്ലേ പറയണ, ഒരു പൂവാണ്. ബ്രൗൺ കളർ, റഫ്, സ്പൈസി. ബ്ലാക്ക് പെപ്പർ ഒരു ഫ്രൂട്ട് ആണ്, ആ ചെടിയിൽ ഉണ്ടാവുന്ന ഒരു പഴമാണ് അല്ലെ. ബ്ലാക്ക് കളറാണ്, അത് റഫ് ആണ്, അതുകൂടാണ്ട് സ്പൈസി ആണ്. കാഡമം അതൊരു സീഡാണ്, ഗ്രീൻ കളറാണ്, ലൈറ്റ് ഗ്രീൻ അല്ലെ, സോഫ്റ്റ് ആണ്. ആ കാഡമ അത്ര സോഫ്റ്റ് എന്ന് പറയാനില്ല, എന്നാലും നമുക്ക് എഴുതാം, സ്പൈസിയും ആണ്. ഓക്കെ, now read the sentences given below. You may share them with your friends. You should try to remember these cures. They can help you to control cough and cold. You must consult an elder before you use them. I need to soak the methi seeds overnight. I used to put heating water on your tummy. The words given in column A are helping verbs. So may, should, can, must, need to. These are helping verbs to help to make sentence. Okay. ഇനി മേയുടെ ഫംഗ്ഷൻ എന്താണ്? മേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അതൊരു മേ ഐ ഗോ, മേ ഐ ടേക്ക് ദിസ്, മേ ഐ ഈറ്റ് ദിസ് മെഡിസിൻ, അതൊരു അഡ്വൈസ് ആണ് അല്ലെ. ഷുഡോ, ഷുഡ് എപ്പോഴും എന്താണ്? യു ഷുഡ് ഗോ, അതൊരു കമ്പൽഷൻ ആണ്, നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ് അല്ലെ. ക്യാനോ, ക്യാൻ, ഐ ക്യാൻ ഡു ഇറ്റ്, അതെന്റെ കഴിവാണ്, എബിലിറ്റി ആണ്. യു മസ്റ്റ് ഡു ഇറ്റ്, അതൊരു നെസസറി ആണ്, യു ഹാവ് ടു ഡു ഇറ്റ്, മസ്റ്റ് ഇസ് നെസസിറ്റി. യു നീഡ് ടു കൺസൾട്ട് എ ഡോക്ടർ, അതൊരു സജഷൻ ആണ്. യൂസ്ഡ് ടു ഒരു പാസ്റ്റ് ഹാബിറ്റ് ആണ്. ഐ യൂസ് ടു ഈറ്റ് എ ലോട്ട് ഓഫ് ചോക്ലേറ്റ് വെൻ ഐ വാസ് എ സ്മോൾ ചൈൽഡ്. ഐ യൂസ് ടു എന്ന് വെച്ചൊരു പാസ്റ്റ് ഹാബിറ്റിന് പറയുന്നതാണ്. ഇതെല്ലാം ഹെൽപ്പിംഗ് വേർബ്സ് ആണ്. ഈ ഹെൽപ്പിംഗ് വേർബ്സിന്റെ ഫങ്ഷൻസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ സെന്റൻസസ് എഴുതി നോക്കണം ഹെൽപ്പിംഗ് വേർബ്സിന്റെ കേട്ടോ. The helping verbs in column A are called modal verbs. ഈ helping verbsന്റെ വേറൊരു വേർഡ് എന്താണ്? Modal verbs or modals. Okay, ഓരോ മോഡൽ വേർഡ്സിനും ഓരോ ഫംഗ്ഷൻ ഉണ്ട്. ഈ ഫംഗ്ഷൻസ് പഠിക്കാം. Okay, complete the table following dialogue with any 4 models from the table given below. നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം മോഡൽസ്. ആനന്ദ് ഹാഡ് ഫീവർ ലാസ്റ്റ് വീക്ക്. ഹി ഡാഷ് ടേക്ക് ഗുഡ് റെസ്റ്റ്. അതൊരു മസ്റ്റ് ആയിട്ട് ഒരു കമ്പൽഷൻ ആയിട്ട് ചെയ്യണം. ഫീവർ ആയിരുന്നു അല്ലെ, അതുകൊണ്ട് തീർച്ചയായിട്ടും ചെയ്യണം എന്നതുകൊണ്ട് യു ഹാവ് ടു യൂസ് ദ മോഡൽ വെർബ് ഷുഡ്. യെസ്, ഹി മസ്റ്റ്, അവൻ കറക്റ്റ് ആയിട്ട് ചെയ്തിരിക്കണം. ഓർ ഹി വിൽ ഫോൾ ഇൽ അഗെയിൻ, അല്ലെങ്കിൽ അവന് വീണ്ടും പനി പിടിക്കും. ഹി ക്യാൻ ടേക്ക് ഗ്രാൻഡ് മദേഴ്സ് നാച്ചുറൽ ക്യൂവേഴ്സ്. അപ്പൊ ആ എബിലിറ്റി തന്നെ, ഗ്രാൻഡ് മദറിന്റെ എബിലിറ്റി യൂസ് ചെയ്യാം. അപ്പൊ അവിടെ ക്യാൻ യൂസ് ചെയ്യാം. യെസ്, we need to remember how effective they are. നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? റിമെമ്പർ ചെയ്യണം. സജസ്റ്റ് ചെയ്തത് നമ്മൾ റിമെമ്പർ ചെയ്യണം. അപ്പൊ need to ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്കൊന്ന് പേജ് നമ്പർ 102 ട്രാൻസ്ക്രിപ്റ്റ് ഉണ്ട്. അപ്പൊ അതിന്റെ ആൻസേഴ്സ് ആണ്, അത് വായിച്ചിട്ട് കറക്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് ലാസ്റ്റ് ടോപ്പിക്. ബാക്കി നിങ്ങൾക്ക് സ്പീക്കിങ്ങിന്റെ ഉണ്ട്, അത് ജസ്റ്റ് വായിച്ചിട്ട് ചെയ്യാം. സ്പീക്കിങ്ങും എക്സ്പ്ലോറും ആക്ടിവിറ്റീസ് ഉണ്ട്, അത് നിങ്ങൾ വായിച്ചിട്ട് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണം, പിന്നെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, ഞാൻ എല്ലാ ലെസന്റെയും ക്ലാസ്സുകൾ ഇടുന്നതായിരിക്കും, അപ്പൊ എല്ലാം വാച്ച് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.